പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോവാണ്. വേറെ എവിടെയില്ല, നമ്മൾ ബാംഗ്ലൂർ വരെ പോവാണ്. അവിടെ നമ്മളെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ 7:40 നമ്മൾ ട്രെയിൻ. ഇപ്പോൾ സമയം എത്രയാമേ? ഇപ്പം 6:11 ആയിട്ടുണ്ട്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ, അമ്മ, പപ്പ, എൻ്റെ വല്യച്ഛൻ, വല്യമ്മ, പിന്നെ ഞങ്ങളുടെ ഒരു കസിനുണ്ട്. ചേച്ചി ഇവിടെ ചെന്നൈ തന്നെ വേറിടത്താണ്. അപ്പം ചേച്ചി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറും. നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ വല്യച്ഛൻ പോയോ? ഞങ്ങളെല്ലാവരും ട്രിപ്പ് പോകുവാണ്. ഒരു ബാഗ് ഞാൻ ഓൾറെഡി തോളത്തിട്ടേക്കും. ഇപ്പോൾ ദാണ്ട് ഈ ബാഗ് കൂടെ ഞാൻ ഫ്രണ്ടിലൂടെ ഇട്ട് നടക്കണം. നമ്മുടെ വണ്ടി വന്നു ഗൈസ്, വണ്ടി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ്. അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഛർദ്ദിക്കണമെന്ന് പപ്പയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? കേൾക്കാൻ പറ്റില്ല. പിന്നെന്താ, ഭയങ്കര സൗണ്ട്, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല പറയുന്നത്. പിന്നെന്താ സുഖമില്ല എല്ലാവർക്കും. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം 9-ലാണ്. അമ്മ, പ്ലാറ്റ്ഫോം നമ്പർ 9 ഞാൻ വേറെ ആരുടെയൊക്കെ വീഡിയോ എടുക്കും. എപ്പോഴും പുറത്ത് പോകാൻ നേരത്തെ വീഡിയോ എടുത്ത് വെക്കും, എവിടെയെങ്കിലും പോകാൻ നേരത്തെ വീഡിയോ എടുത്ത് വെക്കും. പക്ഷെ ഞാനതൊന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുത്ത് വെക്കും. പക്ഷേ എന്തോ 9ാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പോയി. ഇപ്പോൾ പറയുന്നത് 9ാമത്തെ പ്ലാറ്റ്ഫോം അല്ല, 6ാമത്തെ പ്ലാറ്റ്ഫോമാണെന്നേ. അങ്ങനെ 6ാമത്തെ പ്ലാറ്റ്ഫോം ചെന്നപ്പം ഈ ട്രെയിനിനകത്താണെങ്കിൽ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെല്ലാം ആൾക്കാർ തിക്കി നിറച്ചാണ് പോകുന്നത്. ഞങ്ങൾ സീറ്റ് അന്വേഷിച്ചിറക്കാം. സീറ്റ് ട്രെയിനിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നടന്നിട്ട് സീറ്റ് കണ്ടുപിടിച്ച്, ഓരോരുത്തരുടെ സീറ്റ് കണ്ടുപിടിച്ചിരിക്കട്ടെ. എല്ലാവരുടെ സീറ്റ് കണ്ടുപിടിച്ചിട്ടിരുന്നിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് ചെന്നൈയിൽ, ഭയങ്കര ചൂടാണ്. ഞാൻ രാത്രിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാക്സിമം കൂടി പോയ 2 മണിക്കൂർ ഉറങ്ങും. അത് ഞാൻ ഉറങ്ങത്തേ ഇല്ല. ഒരുമാതിരി പ്രേതം അല്ലെങ്കിൽ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഭയങ്കര ചൂടാണ് ചെന്നൈ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. കുടുങ്ങുവാണ്. പക്ഷെ നാട്ടിലിപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരിക്കും. അതൊക്കെ മിസ് ചെയ്തു. പിന്നെന്താ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ചായ ഉണ്ടോയെന്ന് അന്വേഷിച്ച് കിടക്കുമെന്ന് തോന്നുന്നു. ബാ കഴിക്കാം. പിന്നെ വരാനാണെങ്കിൽ ഇല്ല. ഞങ്ങൾ പോയി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് പാട്ടൊക്കെ കേട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഇരിക്കും. ബാക്കി ഇനി ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കും. പിന്നെ ഭയങ്കര തിരക്ക്. ഇപ്പോൾ ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഓരോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ എടുക്കാവേ. ഇനി നമ്മളെപ്പോഴും അമ്മ അവിടെ
കിടക്കാൻ പോലും പറ്റത്തില്ല ഇതിൽ. കിടക്കാൻ പോലും പറ്റത്തില്ലല്ലോ, കിടക്കുന്ന സീറ്റല്ലല്ലോ ഇത്. ഞങ്ങളുടെ ചേച്ചി ഇവിടുന്ന് അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് ചേച്ചിക്ക് വേറെ സീറ്റാണ്. ചേച്ചി ഇതിൻ്റെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്ത് വീഡിയോ എടുക്കാൻ നോക്കിയത് അവിടെ ഭയങ്കര തിരക്ക്. അങ്ങോട്ടും നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല, ഭയങ്കര തിരക്ക് അവിടെ. ഇത് ഞാൻ എടുത്തില്ല. ഇനി ഇറങ്ങുമ്പോൾ ചേച്ചി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ബാംഗ്ലൂരത്തെ അത് തന്നെ കുറച്ച് കൂട്ടണം. കൂട്ടി കഴിയുമ്പോൾ ഞാൻ മറ്റേ വെള്ളപ്പാണ്ടി കുളിക്കണം. ഇത് ഞങ്ങൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചോണ്ടോ. അല്ല, ഇവര് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് ബുക്ക് ചെയ്തു. ഇത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. അതെ, അപ്പുറത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ തലയിൽ തട്ടമൊക്കെ ഇട്ടിരിക്കും. അയ്യോ, ഇതിനു മുന്നേ എന്നെ വീഡിയോയിലൊന്നും കാണിക്കല്ലേ, ഞാൻ എൻ്റെ മുഖം ഒന്നും ശരിയല്ല, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. ഞാൻ പുതിയ ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതിട്ടാൽ പുതിയ ലിപ്സ്റ്റിക്ക് ഇട്ടു. സോറി. ഇന്ന് അവിടുത്തെ ഞങ്ങളുടെ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഫേസർ കനഡയുടെ കോക്കോ നാച്ചുറൽ ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ അതിൻ്റെ വില 600 റുപ്പീസ്. അത് അടിപൊളിയാണ്. നമ്മുടെ ലിപ്പിന് ആ ഷെയ്ഡാണ്. ഞാൻ ഇട്ടേക്കുന്നത് ഫേസർ കനഡയുടെ കോക്കോ കൗച്ചറോ അതെങ്ങനെ നല്ല ഷെയ്ഡാണ്. വീട്ടിൽ ചെന്നിട്ടിടാം. ഇപ്പം എൻ്റെ ചുണ്ടത്തെല്ലാം പോയായിരുന്നു. ഞാൻ നേരത്തെ ഇട്ടുണ്ടായിരുന്നു. കൈ കഴിക്കുന്നു. എന്നിട്ട് ബാക്കിയാണ് നമ്മൾ അല്ലെങ്കിൽ ഇതെവിടെ ഇങ്ങനെ ബ്ലാഷ്. ഈ ബാംഗ്ലൂരിലെ ചെക്കന്മാർ കാണുന്നത് ഏതായി പാണ്ടി പെമ്പിളാര് ടീച്ചർ എന്താ പറയുക? എങ്ങനെ പറയത്തില്ല, എങ്ങനെ പറയും? അതെ, പാണ്ടി സത്യം ഇല്ല. അത് നീ ഓപ്പൺ ചെയ്ത് നമ്മൾ പാണ്ടി വേണ്ടി കഴിയുമ്പം വീഡിയോ കാണാതിരിക്കരുത്. ഇതെല്ലാം ചീപ്പാണ്, ഭയങ്കര ചീപ്പാണ്. ജസ്റ്റ് 100, 150 എല്ലാം ഉള്ള തിങ്സസ്. ബാംഗ്ലൂരിൽ വന്നാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യൂ. ചെന്നിട്ട് വീഡിയോ എടുക്കാം. കാരണം ഇവിടെ ഭയങ്കര തിരക്ക്. ഇപ്പം ആരെങ്കിലും എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അതുകൊണ്ട് നമുക്ക് ഈ മെട്രോയിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. മെട്രോയിൽ വന്നു. മെട്രോ എവിടെ മെട്രോ വരുന്നത് ക്യാഷ് മേടിച്ചിട്ട് വലിയച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വ്ലോഗ് എടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിഞ്ഞു. എസ്കലേറ്റർ പോകുന്ന സ്റ്റെപ്സ് ഉണ്ട്, കണ്ടില്ല? കാണാൻ എന്നെ പിടിക്കും. ഞാനിപ്പോൾ നിൽക്കി കപ്പിൾ ഗോൾസോ അമ്മയ്ക്ക് പേടിയാ എപ്പോഴും മൂക്കും കുത്തി വീഴും. അല്ല, അപ്പുറത്തിരിക്കുന്ന സ്റ്റെപ്പാമേ. എനിക്ക് തല ഇറങ്ങുന്നത് താഴോട്ട് വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കന്നഡത്തിൽ എനിക്കാകെ അറിയുന്നൊരു ചെറിയ ചെറിയ എനിക്കറിയാം. കന്നഡ ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ಎಲ್ಲಿ ಹೋಗಿದ್ರೆ ಚೆನ್ನಾಗಿದ್ರಿಯಾ, ಊಟ ಆಯ್ತಾ? ಇದು ಕೆಂಪಗೌಡ ಸ್ಟೇಷನ್ಗೆ ഞാൻ വേറെ കാര്യത്തിൽ പറയട്ടെ, ഇത് നമ്മുടെ നാടാട്ടോ. മറ്റേ ഒരു സിനിമയിലല്ല ബറ്റാലിയൻ, എന്തൊരു ബറ്റാലിയനാണ് അതാണോ? അതിൻ്റെ കസിൻസ് അയ്യോ, അത് ഇത് സമ്മറിൻ ബദല. അതിനകത്ത് അറോറെന്ന് പറഞ്ഞാൽ ഞാനത് ഈ ഇടയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ മഞ്ജു
അയ്യോ എനിക്ക് വയ്യ, എനിക്ക് എവിടെയെങ്കിലും പോയി കടന്നാൽ വീട്ടിൽ പോയിട്ട് ചാച്ചിക്കാം. ചെറുക്കൻ്റെ ആദ്യം വിശക്കുന്ന കഴിക്കാം. ചെറുക്കൻ്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആക്കാം. ചേച്ചിയുടെ അമ്മ എസ്കലേറ്ററിൽ കയറി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കയറി ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പൊളുത്തു എന്നുള്ള ഇതാ. ചേട്ടാ ചേട്ടാ എന്നെ ഒന്ന് പിടിക്കും ചേട്ടാ, ഞാനിപ്പോ വീഴും ചേട്ടാ, ചേട്ടാ എന്നെ ഒന്ന് പിടിക്കും. ഇതാണ് എൻ്റെ ഡാഡി. ചിരി അങ്ങോട്ട്. ഇതെൻ്റെ മമ്മി. എനിക്കൊരു ചേട്ടനുണ്ട് കേട്ടോ. ഇത് പക്ഷേ സംസാരിക്കും. മെട്രോ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നില്ല. എന്നിട്ട് പറയാം. നാഗസാന്ദ്രയിൽ റീച്ച് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി ഇവിടെ ഇപ്പം മഴയാണ്. ഞങ്ങൾ ചെന്നൈയിൽ മഴ മിസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് പെയ്താൽ നമുക്ക് തണുപ്പ് ഇതാവും, ഫീല് കിട്ടും. ഇല്ലെങ്കിൽ മറ്റേ ചൂടിളകത്തില്ലേ, ആ ഒരു ഫീലായിരിക്കും. അത് ജസ്റ്റ് ചാറിയാലാണ് അങ്ങനെ ഫീൽ ചൂടിളകുന്നത്. അതെ. എക്സിറ്റ് അതാന്ന് തോന്നുന്നു. രാവിലെ എങ്ങനെ വന്ന ഞങ്ങളാ. ഇപ്പം ഇരിക്കുന്ന കോലം കണ്ടോ? രാവിലെ എങ്ങനെ വന്നതാണ്, ഇപ്പം ഇരിക്കുന്ന കോലം കണ്ടോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴക്കോട് വഴക്കും. ഞാൻ നല്ല വൃത്തിക്ക് രാവിലെ ഒരുങ്ങിയാണ് കളിക്കാൻ. ഇനി എങ്ങനെയാണോ ഓട്ടോയോ? തോന്നുന്നു. ഇനി അടുത്തത് ചെല്ലുമ്പോൾ കാണിക്കാം. കൈ കിടക്കുന്നു, എപ്പോഴും പിടിച്ചോണ്ടിരുന്നുണ്ട്. This is Nagasandra. Oh. ഞങ്ങളവിടെ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് എടുക്കാവേ. ഇനി ഒരുപാട് നേരം പിടിച്ചോണ്ട് ഇരിക്കാൻ വയ്യ. വീഡിയോ ഇനി വീട്ടിൽ ചെന്നിട്ട് എടുക്കാം. എനിക്കത് കഴിയും. ഹാപ്പി ബർത്ത്ഡേ. അറിയോ? ചേച്ചി ഞാൻ ലക്ഷ്മിയാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്. ഹായ്. ചേച്ചിയുടെ അടുത്ത് വന്നു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കുന്ന ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ട് നല്ലൊരു പണി വരുന്നുണ്ട്. കൊച്ചിൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷൻ. ആ ഡെക്കറേഷൻ ഗ്യാപ്പിൽ ഞങ്ങളിലേക്ക് മൊത്തം തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. നല്ല വിശപ്പ്, സീരിയസ്ലി ഭയങ്കര വിശപ്പാണ്. മീനിൻ്റെ സ്മെൽ. ഞങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് വല്ലതും കഴിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ നേരത്തെ വീഡിയോ എടുക്കാം. ഓക്കെ, അതുവരേക്കും ബൈ. ഞങ്ങളിവിടെ റീച്ചായിട്ട് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് റോഡിൽ ഇങ്ങനെ തേരപ്പാര നടത്താം. പിന്നെ ഞാൻ പയ്യെ ഇങ്ങനെ നടന്ന് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ കൈ കളത്തിട്ട. ഞങ്ങൾ ഈ ഏരിയയിൽ ചുമ്മാ ഇങ്ങനെ വായി നോട്ടം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ബോറടിക്കും. ഇപ്പോൾ പണി തുടങ്ങും. ഇപ്പോൾ ഡെക്കോർ ചെയ്യാൻ ചേച്ചി പറഞ്ഞു. അപ്പം അതിന് മുന്നേ ഞങ്ങളൊരു റൗണ്ട് പോയിട്ട് വന്നാൽ ചെറിയ വാക്കിംഗ് പോലെ. ചേച്ചി കാണാൻ പറ്റിയ. ഓ ഡോഗ്. കന്നഡ അറിയായിരിക്കും ഡോഗിന്. കന്നഡ പറഞ്ഞാൽ മനസ്സിലാത്തില്ല. അയ്യോ ചേച്ചി. ഇല്ല ഇങ്ങോട്ട് ചേച്ചി പട്ടി അങ്ങോട്ട് വരുന്നു. പോട്ടി പട്ടി ഇല്ല എല്ലാം കൂടെ പിന്നെ പട്ടി ഇവിടെ വന്നപ്പോൾ എന്താ ഒരു സുഖം. ചൂടും ഇല്ല, ഒന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ്, നല്ല സുഖമായിട്ട് കിടന്ന
ഞാൻ ഉറങ്ങാൻ ഞാൻ പറഞ്ഞു ചേച്ചി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞാൽ പറയാം വേണ്ട നമുക്ക് ഇപ്പോഴേ പോകാമെന്ന്. ആണോ ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച വീട്. അപ്പം മേളിലത്തെ ഇല്ലായിരുന്നു, അപ്പോൾ താഴത്ത് മാത്രം സിംഗിൾ ഹൗസ്. ഇതാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം, ബാംഗ്ലൂർ. ഇതിവിടെ ഞങ്ങൾ ഈ ബ്ലൂ വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചത്. പക്ഷെ ഇപ്പോൾ അത് കളറൊക്കെ മാറ്റി. അപ്പോൾ ഒരു നല്ല ലുക്ക് ഇപ്പൊക്കെ ഒരു ഓളം. ഇത് ഇങ്ങോട്ടൊന്ന് ഈ കൊച്ചു ഏതൊക്കെയോ വീട്ടിൽ ചെന്ന് എന്നിട്ട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഇവിടുത്തെ എനിക്ക് എല്ലാം എനിക്കറിയാം. എവിടാ ഇല്ല ಲಕ್ಷ್ಮಿ ಮೌಳಿ ಚೆನ್ನಾಗಿದ್ರಿಯಾ? ഞാൻ ಚೆನ್ನಾಗಿದ್ರೆ ಚೆನ್ನ ಮಸಾಲೆಗೆ ಹೆಂಗೆ ಊಟ ಆಯ್ತಾ? ಏನು ಮಾತಾಡ್ತಿ? ಅದು ಇದು ಅಯ್ಯೋ സത്യമായിട്ടിരിക്കുന്നു. പക്ഷെ എന്നെ ചീത്ത വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇനി അടുത്തത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ നേരത്ത് കാണാം. ഇനി ഞങ്ങൾ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ, കഷ്ടമുണ്ട്. ഉറങ്ങാന്ന് കരുതി ഇരുന്നായിരുന്നു ഞങ്ങൾ. എല്ലാവരും സ്ഥാനം പിടിച്ചു. അങ്ങനെ നമുക്കിവിടെ താമസിച്ചാലോ. പക്ഷെ നമുക്ക് കന്നഡ ಗೊತ್ತಿಲ್ಲ. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചെടുക്കാൻ വേണ്ടി ബൈ മക്കളെ, ബൈ. ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ടേ. ഹായ് ഗേൾസ്. ഞങ്ങൾ ക്യാമറ എവിടെയെങ്കിലും വെക്കാൻ നോക്കല്ല. ഫോൺ എവിടെ വെക്കണം? നമ്മൾ ഫോൺ ഇവിടെ ഇവിടെ വന്ന് സംസാരിക്കുക. ಎರಡು ಸೈಡಲ್ಲಿ ಹಾಕಿದ್ರೆ ಇದಕ್ಕೆ ಕಟ್ಬಿಟ್ಟು ಹಾಕೊಳ್ಬೋದು. ತೋರಣ ಕಟ್ತೀವಲ್ಲ ಸ್ಟೂಲ್ ಹಾಕ್ಸಿದ್ರೆ ಫಸ್ಟ್ ಡೋರ್ ಹೋಗ್ಸಿದ್ರೆ ಕರೆಂಟ್ ಇದು ಬಂದು ಇಪ್ಪತ್ತು ಇನ್ಕಮ್ ಸೆಟ್ ಹಿಂಗೆ ಬೇಗ ನೋ ಮಗಲಿ ಯಾವ ಮಕ್ಕಳು ಇಬ್ಬರು ഒറ്റ സാധനം കിട്ടും. ಎಲ್ಲಿದ್ದೀರಾ ಅಲ್ಲ ನಾನು ಅದನ್ನ ಹಗ್ಗ ಹಾಕಿ ಹಗ್ಗ ಕಟ್ಟಬೇಕು, ತೋರಣ ಕಟ್ಟೋದಲ್ಲ. ಯಾಕಂದ್ರೆ ಬಲೂನು ಅದ್ರ ಮೇಲೆ ಬರ್ಬೇಕು ತಾನೆ. ഇടയ്ക്ക് ഞങ്ങൾ കന്നഡ ഭാഷയ്ക്ക് ഇടയ്ക്ക് ಈ ಕೆಲಸ ಬೇಕಾ ಇದ್ರೊಳಗೆ ಒಂದು ನಿಮಿಷ ಹೋಗ್ಬಿಡ್ತೀನಿ. ಅಭ್ಯರ್ಥಿ ಬರ್ತದೆ ಮಳಗೋ ಕುഞ്ഞു സംക്രാന്തി അത് കാണാതിരിക്കില്ല. അപ്പൊ ചൂതാ അപ്പൊ നിങ്ങൾ കാണാ എന്താണ് ഞാൻ ಈ ಕಟ್ಟಲು
നമുക്ക് ആ റൂമിൽ ഓടി കാറ്റ് അവിടുന്ന് ഓരോന്ന് ഇവിടെ കൊണ്ടുവന്നാൽ ഇതിപ്പം ചേട്ടൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൂന്നാലഞ്ച് പാക്കറ്റ് ഉണ്ട് മൂന്നാലഞ്ച് പാക്കറ്റോട് മൊത്തം ബാക്കി വരാം. അത് ആക്ച്വലി ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് ഇത്രയും കൂറ വിഷം. ഇത് നമ്മുടെ വീടിനടുത്ത് വീട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റൈൽ ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് നാരങ്ങ വാങ്ങിക്കാൻ പറ്റാം. നാരങ്ങ എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും സ്റ്റൈൽ വന്നിരുന്നെങ്കിൽ എല്ലാവരും ചൂട്ടി ഒക്കെ ബാറും അടയ്ക്കേണ്ടി വന്നത്. ആക്ച്വലി നമ്മുടെ കറിൻ്റെ ബേട എനിക്ക് വേണം. ബോണ്ട വാങ്ങിച്ചു തരാമോ? നമ്മൾ ബംഗളൂർ ചായ ആൻഡ് ബോണ്ട ചായ ഇല്ലത് അത് കപ്പയ്ക്ക് കഴിക്കുന്നത് മൊത്തം വേണം. വാങ്ങോ കണ്ണാട കൊത്തില്ല. സോറി ഭയങ്കര ഒരു വരുന്ന മുളക് ബജിക്ക്. അപ്പോൾ ബാലൻസ് ഇനി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. കേക്ക് വന്നു, ഡെക്കറേഷൻ കഴിഞ്ഞു, ആൾക്കാർ വന്നു. ഇനി ആൾക്കാരെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് തമിഴാണ്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയും അനിയനും ചേച്ചിയുടെ മോളും പിന്നെ അമ്മായിയമ്മ, ഞങ്ങളുടെ ചേച്ചിയുടെ അമ്മ, അത് അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ മുഴുവൊക്കെ റിലേഷൻ സെറ്റായിട്ട് ഒരു ഇച്ചിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കേക്ക് കട്ടിങ് മുതൽ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പോകുന്നത് വരെ എടുക്കും. അത്ര തന്നെ ചിക്കൻ അതുകൂടെ എടുത്തിട്ട് വൈൻഡപ്പിൽ ഇത് ക്യാമറയിലോട്ട് നോക്കും. ക്യാമറയിലോട്ട് നമ്മുടെ ചെറുക്കൻ്റെ കേക്ക് കട്ടിങ്ങാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അഭിയൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു. വീട് നടക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരും തിരക്കൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പുറമെ പോവാണ് എല്ലാവരും നല്ല താഴെയുണ്ട്. കാരണം നമ്മൾ ട്രെയിനിൽ വരുന്നതാണ്. കടമ പോലെ
അതല്ലാതെ ഇവിടെ ലേശം മഴയും ഒരുമാതിരി ക്ലൈമറ്റ് ആയപ്പം രണ്ടുപേർക്കും കൂടെ എന്തോ തണുപ്പ് വരയ്ക്കുന്നു. അപ്പം ഉറങ്ങാൻ പോവാണ്. അതിൻ്റെ പേര് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഒരു ബൈ പറഞ്ഞ ബൈ. ഗുഡ് നൈറ്റ് കൂടെ പറ. ഗുഡ് നൈറ്റ്. പുണ്യ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ. പുണ്യ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുണ്യ ചേച്ചിന്ന് ഫാമിലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിന് ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. ലൈക്കും ചെയ്യണം. സൗണ്ട് ഷെയർ ചെയ്യണം. ഷെയർ. ഓക്കെ അതുവരേക്കും ബൈ. ബൈ പറഞ്ഞേ. ബൈ. ബൈ.